ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും നല്ലവണ്ണം പുഷ്പിക്കുന്നതിനും കായ ഉണ്ടാകുന്നതിനും കായ്ക്ക് നല്ല നിറവും മണവും മറ്റും ലഭിക്കുന്നതിനും ഉള്ള ഒരു ഒന്നാന്തരം ടോണിക്കാണ് കാണിക്കുന്നത്. അത് വന്നിട്ട് ഫിഷ് അമിനോ ആസിഡാണ്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഫിഷ് അമിനോ ആസിഡ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് ആഴ്ച തോറും അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ലേശം വേണമെങ്കിൽ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് അധികം പ്രയാസമൊന്നുമില്ല. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇതൊരു പരാജയമായിട്ടാണ് വരുന്നത്. കാരണം ഒരു 40-45 ദിവസം എടുക്കും ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അത്രയും ദിവസം നീണ്ടു നിൽക്കുകയും അതിൻ്റെ ശ്രദ്ധക്കുറവും അല്ലെങ്കിൽ നമുക്ക് വേണ്ട അറിവില്ലായ്മയുമാണ് പലപ്പോഴും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കിട്ടാതെ പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കടയിൽ നിന്നും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഫിഷ് അമിനോ എന്ന് പറഞ്ഞിട്ട് ആപ്ടെക്കിൻ്റെ ഒരു 100 ml ഉള്ളതിന് 80 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇത് ഏകദേശം ഒരു 6 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. ഇതിപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 അല്ലെങ്കിൽ 3 ml ഇതിലധികം 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കരുത്. കൂടുതലായാൽ ഇലകൾ കരിഞ്ഞു പോകും. 15% ഫുൾവിക് ആസിഡും 5% അമിനോ ആസിഡും ആയിരിക്കും ഇതിൽ ഉണ്ടാകുക. സ്പ്രേ ചെയ്യാൻ വേണ്ടി ഫിഷ് അമിനോ ആസിഡ് എടുക്കുമ്പോൾ കുപ്പി നല്ലവണ്ണം കുലുക്കി വേണം അതെടുക്കാനായിട്ട്. ഒരു സ്പ്രേയർ ഉപയോഗിച്ച് ഇലകളുടെ അടിയിലും മുകളിലും ആണ് തളിച്ചു കൊടുക്കേണ്ടത്. ആഗിരണം കൂടുതൽ നടക്കുന്നത് ഇലകളുടെ അടിയിൽ കൂടിയാണ്. അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ വേണം തളിക്കാനായിട്ട്. ഇത് 100% റിസൾട്ട് തരുന്നതാണ് ഫിഷ് അമിനോ ആസിഡ്. നമ്മൾ 10 ദിവസം കൂടുമ്പം ഇതൊന്ന് അടിച്ചു കൊടുക്കുക. അതുമാത്രമല്ല കായ്കൾ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലതാണ്. കായ്കൾ ഉണ്ടാകാനും ഒക്കെ. അതുപോലെ പൂച്ചെടികൾക്ക് ഇലച്ചെടികൾക്കെല്ലാം തന്നെ ഇത് കൊടുക്കാം. ഇനി ഇത് വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടത് 1 കിലോ മത്തിയോ അല്ലെങ്കിൽ ചാളമീനോ ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 കിലോ ശർക്കരയുമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ 2 ലിറ്ററിൽ കുറയാത്ത കപ്പാസിറ്റി ഉള്ള ഒരു 100% എയർ ടൈറ്റ് അടപ്പുള്ള ഒരു ജാറിലേക്ക് വേണം മത്തി ചെറുതായിട്ട് അരിഞ്ഞിടാം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ അതിലേക്ക് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഇടാം. ശർക്കര നല്ലവണ്ണം ചീകി അതിനോടൊപ്പം ചേർക്കുക. അടപ്പ് ടൈറ്റായിട്ട് അടച്ച് സൂര്യപ്രകാശം കടക്കാത്ത എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. 1 തുള്ളി വെള്ളം പോലും ഇതിന് ചേർക്കുകയും ചെയ്യരുത്. അതുപോലെ 40 തൊട്ട് 45 ദിവസം വരെ ഇത് വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ പറയുന്നുണ്ട് 15 ദിവസം മതിയെന്ന്. പക്ഷേ 15 ദിവസം കൊണ്ട് ഇതൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് 40 തൊട്ട് 45 ദിവസവും ജാറിൻ്റെ അടപ്പ് തുറക്കാൻ പാടില്ല. 40 തൊട്ട് 45 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ജാറിൻ്റെ അകത്ത് കുഴമ്പ് പോലത്തെ ഒരു ദ്രാവകം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടൈറ്റായിട്ട് ഒരു ദ്രാവകം രൂപപ്പെട്ടത് കാണാം. ഇത് അരിച്ച് കുപ്പിയിൽ സൂക്ഷിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പലപ്പോഴും എല്ലാവർക്കും അശ്രദ്ധ ഉണ്ടാവുന്നതും ഈ ഒരു സമയത്താണ്. പിഴവുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡിന് ഒരു പൈനാപ്പിളിൻ്റെ ഒരു മണമാണ് വരുന്നത്. അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രോസസ്സ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-3 കാര്യങ്ങളുണ്ട്. അതെന്നാന്ന് നോക്കാം. ചാള ഫ്രഷ് ആയിരിക്കണം. വാങ്ങിയാൽ ഉടൻ തന്നെ അരിഞ്ഞ് കുപ്പിയിൽ ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് ചീത്തയായി പോകാനുള്ള അവസരം കൊടുക്കരുത്. അരിയാനെടുക്കുന്ന സമയം പോലും മത്തി വെള്ളത്തിലിടുക.
നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ ടെറസിലും ഒക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. കൃഷി ചെയ്യുന്ന സമയത്ത് ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഇത്തരം ജൈവ വളങ്ങൾ നമുക്ക് കൂടുതൽ വിളവ് നൽകും, ഒപ്പം സാമ്പത്തിക ലാഭവും. ചെടികളുടെ വളർച്ചയ്ക്ക് വെള്ളം മാത്രം പോരാ, ജൈവവളവും കൂടെ വേണം. ജൈവവളം നല്ല രീതിയിൽ ചേർത്ത് കൊടുത്താൽ കൃഷി വേണ്ട വിധേന മെച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവ മുരടിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പെറ്റൂണിയ പോലുള്ള ചെടികൾക്ക് പെട്ടെന്ന് തന്നെ റൂട്ട്സൊക്കെ ചീത്തയായി പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഫിഷ് അമിനോ ആസിഡ് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലും കൊടുക്കുക. ഇലകളിൽ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വീര്യം കുറച്ചിട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫിഷ് അമിനോ ആസിഡ് 10 ദിവസം കൂടുമ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാരണം കീടങ്ങളുടെ ശല്യം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് പച്ചക്കറികളിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഗാർഡൻ വീഡിയോസ് എല്ലാം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ലിസ ബാബു മാമാണ്. ലിസ മാമിൻ്റെ ഗാർഡൻ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.